ഇത് കണ്ടാൽ പറയാൻ പറ്റുമോ ഇത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്? വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാണ്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈയുടെ റെസിപ്പി കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ഒരു 1/4 കിലോയുള്ള വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന വെണ്ടയ്ക്കായ്ക്ക് ഒന്ന് കോട്ടിങ്, നല്ലപോലെ ഒരു കോട്ടിങ് വേണം. അതിനാവശ്യമുള്ളത് എത്രത്തോളം വേണോ അത്രത്തോളം കടലമാവ് എടുത്ത് കൊടുക്കണേ. ഇതിലേക്ക് ഒരല്പം ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ചതച്ച ജീരകമോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി വേണ്ടത് ചാട്ട് മസാലയാണ്. അത് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം വേണമെങ്കിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാവുള്ളേ. ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണ അല്പം കൂടുതൽ ഒഴിക്കണം കേട്ടോ. പപ്പടമൊക്കെ പൊള്ളിക്കാനായിട്ട് എണ്ണ ഒഴിക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കണേ. ഒരു വശം പാകമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അത്രയേ ഉള്ളൂ. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ സെർവ് ചെയ്യുന്നതാണ് നല്ലത്.